എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിച്ചു സുധിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോയെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, രേണു സുധീനെ നമ്മളൊന്നും പറയാൻ ഇപ്പോഴത്തെ നമ്മൾ ഒന്നും പറയുന്നില്ല. അവരെന്തൊക്കെയോ അവരുടെ ഇതിൽ ചെയ്തു പോയി. പക്ഷേ അവർക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെറിയൊരു ഈ ശിക്ഷ പോലെയാണ് അവർക്ക് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത്. ഏതായാലും അത് പെട്ടെന്ന് തന്നെ ശരിയാവട്ടെ. ആ ഒരു ശിക്ഷ എല്ലാം മനസ്സിലാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രേണു സുധിക്കും കുറേ മാറ്റങ്ങളുടെ അവർ പറയുന്നുണ്ട്. ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ പാതയിലായിരിക്കും എന്ന് രേണു സുധി എന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കും തെറ്റുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. തെറ്റ് ചെയ്യാതെ മനുഷ്യരാരും ഇല്ലല്ലോ. പക്ഷേ ഈ ഒരു വീഡിയോനെ ഞാൻ സപ്പോർട്ട് ചെയ്യാനെന്ന കാരണം എന്നറിയാം. അതായത് ഇനിയിപ്പോഴൊരു 20 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മക്കളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വഴിയിലേക്ക് നീങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് ഋതുപ്പന അടക്കമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഋതുപ്പന മാത്രമല്ല, ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കുന്ന ഒരുപാട് സ്ത്രീ ജന്മങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെയൊക്കെ മക്കൾ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ 5 വയസ്സാണ്. ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ അവനൊക്കെ എന്ന് പറഞ്ഞാൽ 25 വയസ്സാകും. തൻ്റെ തള്ള ഇങ്ങനെയാണെന്ന് അവർ പലരും തിരിച്ചറിയും. ആ തിരിച്ചറിയുന്നതോടു കൂടിയിട്ട് ഇവരെയൊക്കെ ആട്ടങ്ങൾ നിൽക്കും. അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ പല മക്കളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രിമിനലുകളാകും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നാണം കെട്ടിട്ട് നമ്മുടെ പാവാട എന്ന് പറയുന്ന സിനിമയില്ലേ, അതിൻ്റെ അകത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്നൊരു പൃഥ്വിരാജിൻ്റെ റോളുണ്ട്. ആശാ ശരത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രം അവർ ചെറുപ്പത്തിൽ പോയിട്ട് ഒരു ഏപ്പടത്തിൽ അഭിനയിച്ചാണ്. പിന്നീട് പൃഥ്വിരാജിൻ്റെ പേര് പാവാട എന്നാക്കുന്നു. അങ്ങനെ അയാൾ നാണക്കേട് സഹിക്കാൻ വയ്യാതെ അയാൾ പിന്നീട് ഒരു കുടിയനായി മാറുന്നു. പിന്നീട് അയാൾ നാട്ടിൽ നിന്ന് നാട് വിട്ടു പോവുകയാണ്. അതായത് അവൻ്റെ അമ്മ ഒരു സിനിമയിൽ അഭിനയിച്ചതാണ്, പാവാട എന്ന് പറയുന്ന ഒരു ഏപ്പടത്തിൽ. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിച്ചത് ആരാണ്? പൃഥ്വിരാജ് എന്ന് പറയുന്ന അവരുടെ മകനാണ്. ആ ഒരു പയ്യൻ അപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു 4-5 വയസ്സേ ഉള്ളൂ ഈ സ്ത്രീ അഭിനയിക്കുമ്പോൾ. പിന്നീട് അവന് വയസ്സ് കൂടിയപ്പോഴേ അവനെ നാട്ടുകാർ കളിയാക്കാൻ തുടങ്ങി. അതേ അവസ്ഥയാണ് ഇതുപോലെയുള്ള ഒരുപാട് പേർക്ക് വരാനുള്ളത്. അതുകൊണ്ട് ഞാൻ രേണു സുധിയെ മാത്രമല്ല പറയുന്നത്, ഈ കിച്ചുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം ഇവൻ്റെ മനസ്സിൽ, അതുപോലെ തന്നെ ഋതപ്പൻ്റെ മനസ്സിൽ കുറച്ച് കഴിഞ്ഞാൽ അതേപോലെയുള്ള ഒരുപാട് മക്കളുണ്ട്. ഇവിടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് തുള്ളുമ്പോഴേ അവരുടെയൊക്കെ ഒരുപാട് മക്കളുണ്ട്. അവരിനിയിപ്പോൾ നാളെ വലുതായി കഴിഞ്ഞാൽ അവർ ചോദ്യം ചെയ്യുക മാത്രമല്ല, അവർ ചിലപ്പോഴേ വേറെ തരത്തിലായിരിക്കും പ്രതികരിക്കുക. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴീ കിച്ചു സുധി എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ ഇതുപോലെയാണ് അവൻ പ്രതികരിച്ചതെങ്കിൽ ഋതപ്പൻ ഇത് അറിയുമ്പോഴേ അവൻ്റെ മാനസിക നില എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പോഴും സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് തുള്ളുന്നവരെ. അവരുടെ മക്കൾ എങ്ങനെയായിരിക്കും കാണുക? ഏതായാലും കിച്ചു സുധിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അവനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളുകൾ വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു, ഞാനൊരു കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയില്ലെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, രണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു, മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേൻ്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചു അത് ഇന്ന് കുറേ ചീത്ത പറഞ്ഞിട്ട് വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ ഒരങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും, ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു. അപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ,
ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതും തോന്നിയിട്ട് തോന്നി കേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ ഇത് അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റും. അതായത് ഈ പയ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുതിക്ക് മെസ്സേജ് അയച്ചു. രേണുസുതി പറഞ്ഞു എനിക്കൊരു മോശമായിട്ടും തോന്നില്ല, എനിക്ക് 3-4 ലക്ഷം രൂപ കിട്ടി എന്ന് പറഞ്ഞു. 2-3 ലക്ഷം രൂപ അതിൻ്റെ അകത്ത് കിട്ടും. പക്ഷേ ഈ 3 ലക്ഷം രൂപ ഇന്ന് കിട്ടും എന്ന് കരുതിയിട്ട് തന്നെയാണ് പല ആൾക്കാരും ഇമ്മാതിരി തോന്നിയവാസങ്ങൾ കാണിക്കുന്നത്. അതായത് ഇവിടെ ഇന്ന് തോന്നിയവാസങ്ങൾ കാണിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് വരുന്ന ഈ നോട്ട് കെട്ടുകൾ മാത്രമാണ്. അല്ലാതെ അവർ വേറൊരു കാര്യങ്ങളോ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങളോ മറ്റുള്ളവരുടെ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ കോട്ടയത്തുള്ള ഒരു ഇങ്ങനെ കാണിച്ച് നടക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീം പറയുന്ന നഷ്മിയ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എന്നെ ഇത് കൊള്ളാവോ, എൻ്റെ ചക്ക കൊള്ളാവോ എന്നെല്ലാം ചോദിച്ച് നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മക്കൾ വലുതായി കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോകുമ്പോൾ അതിന് പെൺമക്കളുണ്ടെന്നാണ് തോന്നുന്നത്. ഭർത്താവാണ് പോലും വീഡിയോ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഈ പെൺമക്കൾ മറ്റൊരു വീട്ടിലേക്ക് നാളെ പോകുമ്പോഴേ ആ സ്ത്രീയുടെ മകളല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി ഒരിഞ്ഞു പോകും. അത് ഉറപ്പാണ്. അത് അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയൊക്കെ വെറുക്കും അവർ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനിയൊരു 20 വർഷം കഴിഞ്ഞാൽ പുഴുത്ത പട്ടികളെ പോലെ നമ്മൾ കുറേ എണ്ണത്തിന് കാണാൻ കഴിയും. അതായത് ഇതുപോലെ വീട്ടുകാർക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക നില തന്നെ തെറ്റിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുറേ അമ്മമാരെ നമ്മൾ റോഡിൽ കാണാൻ കഴിയും. ഒരു 20 വർഷം കൂടി കഴിഞ്ഞാൽ ഒന്നിക്കൽ അവരെ മക്കൾ തന്നെ വീട്ടിൽ നിന്നും തല്ലി ഇറക്കും, അല്ലെങ്കിലെന്ന് പറഞ്ഞാൽ അവർ തന്നെ മാനസിക നില തെറ്റിയിട്ട് നടക്കും. കാരണം എന്താ, അമ്മാതിരി കോപ്രായത്തങ്ങളും തൊട്ടിത്തരങ്ങളുമാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്നത്. അതും ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെ. അതായത് പൈസ ഉണ്ടാക്കുക തന്നെയാണ് ലക്ഷ്യങ്ങളൊക്കെ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇതിനിടയ്ക്ക് ഒരു സീരിയൽ നടി വന്നിട്ട് എന്താ നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഇല്ലേ, അവർ വന്നിട്ട് പറയുകയാണ് ഞാൻ വേറെ ഒന്നും കാണിക്കൂല കേട്ടോ, അതൊന്നും കാണിക്കുന്നില്ല, പ്രതീക്ഷയോട് കൂടിയിട്ട് അങ്ങോട്ട് വരണ്ടാന്ന്. എൻ്റെ പൊന്നു സഹോദരി, നിങ്ങളെല്ലാം നിങ്ങളുടെ അപ്പുറത്തില്ലവരും കാണിക്കുവാണെന്ന്. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ പൈസ വാങ്ങിച്ചിട്ടാണ് ഇത് കാണാൻ വേണ്ടി നിൽക്കുന്നത്. അല്ലാതെ ഇവിടെ ആരെയും പുണ്യാളത്തി വരെ ആക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനുമല്ല. അവിടെയുള്ള ആൾക്കാരൊക്കെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടുപ്പിൻ്റെ ബട്ടൺസ് ഊരിക്കാനും അവർക്കറിയാം. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ പലതരത്തിലും അവർ നടക്കും. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ അത് കാണിക്കേണ്ട ഒരു ഗതികേട് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. ഈ കിച്ചു സുധി എന്ന് പറയുന്ന ആ ഒരു പയ്യന് അവൻ അമ്മ എന്ന് വിളിച്ച അല്ലെങ്കിൽ അവൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ്റെ ഭാര്യയാണ്. അപ്പം അത്രയും സ്നേഹത്തിൽ അവനൊന്നും സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു ഗതികേട് വരുമെന്ന് അവനൊന്നും കരുതിയിട്ടുണ്ടാവില്ല. അപ്പം അവൻ ശരിക്കും പറഞ്ഞ് ഇത് കാണിക്കുമ്പോഴുള്ള അവൻ്റെ ഒരു ഗതികേടുണ്ടല്ലോ, അതൊരു വല്ലാത്ത പിടിച്ച ഗതികേട് തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ അവൻ പോയത് നന്നായി, അവൻ നാട്ടുകാർക്ക് പോകണ്ടെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. പക്ഷേ അവൻ പോയി കണ്ടത് ഏതായാലും നന്നായി. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു വൈരാഗ്യവും നമ്മൾ മനസ്സിൽ വെക്കരുത്. അവർ തിരിച്ചു വരട്ടെ, തിരിച്ചു വന്നിട്ട് പിന്നെയും വൈരാഗ്യം വെക്കുന്നുണ്ട് വെക്കട്ടെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരിനിയിപ്പോൾ മാറ്റത്തിൻ്റെ പാതയിൽ തന്നെ ആയിരിക്കും. ഒരിക്കലും അവരിനി ഈ ഒരു പാതയിലേക്ക് വരില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരു ചാൻസ് കൊടുക്കും എങ്ങനെയായാലും. അതായത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് കൊടുക്കും. അത് എന്താ പറയേണ്ടത്, ഇതിനിടയ്ക്ക് രജിസ്ട്രാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിൻ്റെ അകത്ത് കണ്ണേറിനെ പറ്റി പറയുന്നത് ഞാൻ കണ്ടു. നമ്മളതൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ പറയാം, പോടേ കണ്ണേറ്, താൻ എന്തോടെ പറയുന്നത്, ഈ കണ്ണേറ് പ്രാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില അവസരങ്ങളിലൊക്കെ ഉണ്ടോ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്ന എല്ലാ സ്ത്രീകൾക്കുമുള്ള ഒരു മറുപടിയാണ് ഇന്ന് കിച്ചു നൽകിയിരിക്കുന്നത്, അല്ലാതെ വേറെയൊന്നുമല്ല. അതായത് ഇതുപോലെ കുടുംബവും കുഞ്ഞുങ്ങളും ഉള്ളവർ ഇങ്ങനെയുള്ള തോന്നിയവാസ പരിപാടികൾക്ക് പോകുമ്പോഴേ അവർക്ക് കുറച്ച് ലക്ഷങ്ങൾ പൈസ കിട്ടും. പക്ഷേ ഈ കുട്ടികൾ നാളെ സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപമാനിതനായിട്ട്, അതായത് തല താഴ്ത്തി വെച്ച് നടക്കേണ്ടി വരും എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും നിങ്ങളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ കുളാ നമ്പ്യാറോ എന്തോ ഇല്ലേ, അതിൻ്റെയൊക്കെ മക്കളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ മക്കളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തലയിൽ മുണ്ടിട്ടിട്ട് നടക്കേണ്ടി വരും. അമ്മാതിരി തൊട്ടിത്തരമാണ് ചില ആൾക്കാരൊക്കെ വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത്. പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങൾ തകരുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും കുറേ എണ്ണം വന്നിട്ട് രാത്രിയാകുമ്പോൾ ഇത് തന്നെയാണ് പരിപാടി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് രേണുവിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ രേണുവിനെ മോശാക്കാനോ ഒന്നുമല്ല.
ഞാൻ ആ പയ്യൻ്റെ വീഡിയോയിൽ എനിക്ക് ക്യാച്ച് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറുപ്പക്കാരൻ പറയുന്നത് ഋതപ്പൻ നാളെ വളർന്നു കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടുകാർ ഇത് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടുകാർ ചോദിക്കത്തില്ലേ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവനോട് അവൻ്റെ കൂട്ടുകാരുടെ അമ്മ പറയില്ലേ, മോനെ നീ ആടെ പോണ്ട, ആടെ പോയി കഴിഞ്ഞാൽ അവൻ്റെ അമ്മ ഉണ്ടാവുകടാ, അങ്ങനെ പറയത്തില്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കൻ്റെ ആ മാനസിക നില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോൾ അവൻ്റെ സൈഡിൽ നിന്ന് നോക്ക്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ഒരു വീഡിയോയിൽ ഞാൻ കിച്ചു എന്ന് പറയുന്ന ആ ഒരു യുവാവിനെ, അവനെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനിക്കുകയാണ്. കാരണം അവൻ ചെയ്തത് രേണുവിന് വേണ്ടി മാത്രമല്ല, ഇവിടെ ഒരുപാട് അപരാധികളുണ്ട്, കുറേ എണ്ണുണ്ട് ഇതേപോലെ. അവർക്കെല്ലാമുള്ളൊരു പാഠമാണ്. നാളെ നിങ്ങളുടെ മക്കൾ വളർന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഏത് തരത്തിലാണ് കാണുക എന്നുള്ളത്. ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.